നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2025 വർഷത്തെ വിഷുഫലങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഷുഫലം ഇന്ന് നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ വിഷുഫലത്തെക്കുറിച്ചാണ് നോക്കാനുള്ളത്. അതായത് ഈ 2025 ഏപ്രിൽ 14 തീയതി മുതൽ 2026 ഏപ്രിൽ 14 തീയതി വരെയുള്ള ഒരു വർഷത്തെ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ശനി മീനൻ രാശിയിൽ നിൽക്കെ, വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കെ, കൊല്ലവർഷം 1200, മേടമാസം 1-ാം തീയതി, ഉദയാൽ പൂർവം 7 നാഴിക 25 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയത്ത് മേട വിഷു സംക്രമം സംഭവിച്ചു. 2025 ഏപ്രിൽ 14 തീയതി പുലർച്ചെ 3:21 വിഷു സംക്രമം ഉണ്ടായത്. അപ്പോൾ ആ വിഷു സംക്രമം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയും അന്നത്തെ തിഥിയും കരണവും അടിസ്ഥാനപ്പെടുത്തിയുമാണ് നമ്മൾ ഫലപ്രവചനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തികമായ വരുമാനം, ചെലവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയം, വ്യയം, കന്തായം തുടങ്ങിയ ഫലങ്ങൾ കൂടെ ചിന്തിച്ച് പറയുന്നുണ്ട്. വിഷുഫലം പറയുന്നത് മറ്റു ഫലങ്ങൾ പറയുന്നതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ആ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ ഫലം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കരണം എന്ന് പറയുന്നത് സമയം കൃത്യമാക്കാനുള്ള ഒരു ഉപാധിയാണ്. ഒരു തിഥി എന്ന് പറയുന്നത് 12 ഡിഗ്രിയാണ്. രാശി ചക്രത്തിൽ 12 ഡിഗ്രിയാണ് ഒരു തിഥി വരുന്നത്. അതിൻ്റെ പകുതിയാണ് കരണം എന്ന് പറയുന്നത്. അപ്പം കൃത്യമായൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വർഷത്തെ വിഷു സംക്രമം നടക്കുന്ന നക്ഷത്രം, അതായത് ചോതി നക്ഷത്രത്തെ ആസ്പദമാക്കി ചിന്തിക്കുമ്പം ആയില്യ നക്ഷത്രക്കാർ അന്ത്യഷഡ്ക വിഭാഗത്തിലാണ് പെടുന്നത്. ഈ നക്ഷത്രങ്ങളെ പല വിഭാഗമായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നിങ്ങനെയും ആദിഷഡ്കം, മധ്യഷഡ്കം, അന്ത്യഷഡ്കം എന്നിങ്ങനെയും തിരിച്ചിട്ടുണ്ട്. അതിൽ ആയില്യം വരുന്നത് അന്ത്യഷഡ്കം എന്നുള്ള വിഭാഗത്തിലാണ്. അവർക്ക് വിഷുഫലം അനുകൂലമാണ്. ഇവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും സാധിച്ചു കിട്ടും. ജോലി കിട്ടാനും സാമ്പത്തികമായ മെച്ചം ഉണ്ടാകാനും ഒക്കെയുള്ള യോഗം ഉണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ്. വിഷുഫലം കൊണ്ട് ആയില്യ നക്ഷത്രക്കാർക്ക് ഗുണമാണ് കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് ജീവിതത്തിലൊരു ഉണർവുണ്ടാകുന്ന കാലഘട്ടമാണ്. പല പല കാര്യങ്ങൾക്ക് ഉത്സാഹിച്ച് മുന്നോട്ടിറങ്ങാനായിട്ട് സാധിക്കും. ഭൂമി വിൽക്കാനായിട്ട് സാധിക്കും. പൂർവിക വസ്തുവൊക്കെ കിടപ്പുണ്ട്, വിൽക്കാനുണ്ടെങ്കിൽ അതിപ്പോൾ സാധിക്കുന്നതാണ്. വീട് നിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. നേരത്തെ ഉണ്ടായിരുന്ന ഉത്കണ്ഠകളുണ്ട്. പല കാര്യങ്ങളും ആലോചിച്ച് എങ്ങനെയാകും, ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നതൊക്കെ ഓർത്തുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഇപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് മാറുന്നതാണ്. കടബാധ്യതകൾ ഭാഗികമായിട്ടെങ്കിലും വീട്ടാൻ സാധിക്കും. മക്കളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുൻകൈയെടുക്കാൻ ആയില്യ നക്ഷത്രക്കാർക്ക് സാധിക്കും. ധനപരമായ ബുദ്ധിമുട്ടുകൾക്ക് നല്ല അയവുണ്ടാകും. അതുപോലെ തന്നെ ജോലിയിലൊക്കെ ഇരുന്നവർ അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാതെ തടസ്സപ്പെട്ട് കിടന്നിരുന്നത് ഈ സമയത്ത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. കൃഷി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ സാധിക്കും. വളരെ കാലമായിട്ട് ആഗ്രഹിച്ച ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദേവാലയ ദർശനം, എല്ലാ മതത്തിലും പെട്ടവർക്ക് അവരവരുടെ ദേവാലയ ദർശനം നടത്താനായിട്ട് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്ക് ഇപ്പോഴതിന് സാധിക്കുന്ന കാലമാണ്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം കൊണ്ട് വളരെ ഗുണമാണ് കാണുന്നത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്തിട്ട് നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ജോലിയുടെ ഭാഗമായിട്ട് കുറേ യാത്രകൾ ചെയ്യേണ്ടി വരും എന്നുള്ള പ്രത്യേകതകളുണ്ട്. എപ്പോഴും അവസരത്തിനൊത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നത് വലിയൊരു ഗുണമാണ്. അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ നിന്നും പല സഹായങ്ങളും ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ കിട്ടും. സർക്കാരിൽ നിന്ന് പല ആനുകൂല്യങ്ങളും കിട്ടാനും ഈ വർഷം യോഗമുണ്ട്. ജോലിയിലിരിക്കുന്നവർക്ക് മേലധികാരികളുടെ പ്രീതിയൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന പല വാർത്തകളും കേൾക്കാനായിട്ട് സാധിക്കും. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. പണമിടപാടുകളിൽ കൃത്യത പുലർത്താൻ സാധിക്കും. വളരെ പ്രയാസപ്പെട്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴും മറ്റുള്ളവരുടെ സഹായവും കൂടെ കിട്ടുന്നത് കൊണ്ട് ഈസിയായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാഹനങ്ങൾ ഏതെങ്കിലും 2 ചക്ര വാഹനമോ 4 ചക്രമുള്ള വാഹനമൊക്കെ വാങ്ങാനായിട്ട് യോഗമുണ്ട്. അത് ജാതകത്തിലെ യോഗം കൂടെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗവും ഉണ്ട്. വിദേശ യാത്ര നടത്താനോ
അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള വഴി തെളിയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. സന്താന ഗുണം ലഭിക്കും. സന്താനങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കാം. ഊഹക്കച്ചവടത്തിൽ വിജയമുണ്ടാകും. ഭൂമി ഇടപാടിൽ ലാഭവും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുവെ ഇവരുടെ ഫലമായിട്ട് ആയില്യം നക്ഷത്രക്കാരുടെ വിഷുഫലമായിട്ട് കാണുന്നത്. ഇനി നമുക്ക് വിഷുഫലത്തിൽ ഉൾപ്പെടുന്ന ആയം, വ്യയം, കന്തായം തുടങ്ങിയ ഘടകങ്ങളാണ് നോക്കാനുള്ളത്. കർക്കടക കൂറിലാണ് ആയില്യം നക്ഷത്രം വരുന്നത്. അതിൻ്റെ ആയം അല്ലെങ്കിൽ വരവ് എന്ന് പറയുന്നത് 8ഉം വ്യയം എന്ന് പറയുന്നത് 2ഉമാണ്. അപ്പം ആയം കൂടുതലും, അതായത് വരവ് കൂടുതലും, വ്യയം അല്ലെങ്കിൽ ചെലവ് കുറവുമാണ്. വരവെന്ന് പറയുന്നത് 8ആണ്, ചെലവിൻ്റെ സംഖ്യ 2ആണ്. ഇത് ഗുണകരമാണ്. വലിയ നഷ്ടങ്ങളൊക്കെ ഒഴിവായി പോവും. ധനലാഭങ്ങളുണ്ടാകും. ഒരുപക്ഷെ ഭാഗ്യാനുഭവങ്ങളൊക്കെ സിദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആയില്യത്തിൻ്റെ കന്തായ ഫലം എന്ന് പറയുന്നത് 5, 1, 2ആണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും. ധനലാഭം ശരാശരിയായിരിക്കും. ചിങ്ങം മുതൽ 4 മാസം സാമാന്യം നല്ല സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ധനു മുതൽ 4 മാസം ശരാശരി രീതിയിലുള്ള ധനലഭ്യതയായിരിക്കും ഉണ്ടാകുന്നത്. ചെറിയ ചില പ്രതിസന്ധികളും നേരിടേണ്ടി വരും. ഇനി ആയില്യ നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ എന്താണെന്ന് നോക്കുമ്പോൾ അവർ പ്രധാനമായിട്ടും നാഗപ്രീതിയാണ് വരുത്തേണ്ടത്. സർപ്പമാണ് ആയില്യത്തിൻ്റെ ദേവത. ആയില്യ നക്ഷത്രം തോറും സർപ്പത്തിന് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. 100 പാലുമൊക്കെ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. ആയില്യ പൂജ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി വാങ്ങിച്ച് സമർപ്പിച്ചാലും ധാരാളമാണ്. നല്ല അനുഗ്രഹം ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രദശ, ചന്ദ്രദശ, രാഹുർദശ എന്നീ ദശാകാലങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവർ വ്രതങ്ങൾ എടുക്കുന്നതും പക്കപ്പുറനാളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. അവർക്ക് തടസ്സങ്ങൾ മാറാൻ നല്ലതാണ്. പിന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ആയില്യ നക്ഷത്രത്തിലും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ തൃക്കേട്ട, രേവതി നാളുകളിലും സർപ്പ ക്ഷേത്ര ദർശനം. അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും സർപ്പക്കാവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സർപ്പങ്ങളുടെ പ്രതിഷ്ഠ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആയില്യ നക്ഷത്രത്തിലോ അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളിലോ ദർശനം നടത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മാസത്തിൽ ഒന്നെങ്കിലും ഒന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ദോഷശമനത്തിനായിട്ട് ഗണപതി ഭജനം നടത്തുക. ഗണപതിയുടെ നടയിലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനി ക്ഷേത്ര ദർശനത്തിനൊന്നും പോകാൻ സാധിക്കാത്ത ആൾക്കാർ നിത്യേന ഉദയസമയത്ത് വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതിയെ സ്മരിച്ച് പ്രാർത്ഥിച്ചാലും മതി. അതുപോലെ പിറന്നാൾ ദിവസം, അതായത് ജന്മനാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും നല്ലതാണ്. നല്ല ക്രിയകൾ അറിയാവുന്ന ഒരാളിനെ കൊണ്ട് വേണം ഈ ഗണപതി ഹോമമൊക്കെ ചെയ്യിക്കാൻ. എങ്കിലേ നമുക്ക് ആ തടസ്സം മാറി നമ്മുടെ ജീവിതത്തിലേക്ക് സുഖാനുഭവങ്ങൾ വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം ഏതാണ്ടൊരു 80% അനുകൂലമാണ്. കുറച്ച് തടസ്സങ്ങളും അലച്ചിലുകളും യാത്രകളുമൊക്കെ കൂടുതലായിട്ടുണ്ടായേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ ഈ വർഷത്തെ വിഷുഫലം. നിങ്ങൾക്ക് ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും സ്വസ്ഥത, സമാധാനം, അതുപോലെ തന്നെ സൽകീർത്തി, നല്ല ധനലഭ്യത ഇതൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.